ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉള്ളിക്കോഴിയുടെ റെസിപ്പി ആയിട്ടാണ്. പണ്ട് കാലത്ത് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ നമുക്ക് തയ്യാറാക്കി തന്നിരുന്ന സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി ചേർത്തിട്ടുള്ള ഒരു കോഴിക്കറിയില്ലേ, ആ കറിയാണ് കേട്ടോ ഈ കുഞ്ഞുള്ളിക്കോഴി. ഇതിഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, നിങ്ങളിത് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇത് തയ്യാറാക്കുന്നവർക്ക് വലിയ മടുപ്പൊന്നും തോന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ കോഴിക്കറി തയ്യാറാക്കുന്ന പോലെ ഒരുപാട് സമയമോ സാധനങ്ങളോ ഒന്നും ഇതിനാവശ്യമില്ല. വളരെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്നവർക്ക് ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴിക്കുന്നവരുടെ കയ്യിൽ നിന്ന് നല്ല അപ്രിസിയേഷനും കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കിയാലോ. കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന കോഴി കഷ്ണങ്ങളിലേക്ക് നമുക്ക് ആദ്യം തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം നമ്മളിതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറിയുള്ളിയാണ്. ചെറിയുള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് മടുപ്പൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അരിഞ്ഞെടുത്തോളൂ. എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റും ഉണ്ടായിരിക്കും. അതല്ല, കുഞ്ഞുള്ളി അരിയാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അമ്മയമ്മയുടെ ചതച്ചെടുത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം തേങ്ങാക്കൊത്ത്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നു. ഒരു പകുതി മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, ഒരു 4-5 വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കുറച്ചധികം തന്നെ ഇരുന്നോട്ടെ. തേങ്ങാക്കൂത്തും ഉള്ളിയും ചെറുതായിട്ടൊന്ന് കളർ മാറി മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. ആ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ പുരട്ടി മാറ്റി വെച്ചിരുന്ന നമ്മുടെ കോഴിയുണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ്റെ എല്ലാ പീസിൻ്റെയും നന്നായിട്ട് ഈ ഉള്ളിയൊക്കെ പിടിക്കുന്ന രീതിക്ക് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് അധികം എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. അതല്ല, നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചിടാവുന്നതാണ്. കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒന്നും ആഡ് ചെയ്യാനായിട്ടൊന്നുമില്ല. നമുക്ക് ഈ ചിക്കൻ വെന്ത് കിട്ടേ വേണ്ടൂ. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ആ വെള്ളം അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും മതി നമുക്ക് ഈ ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചിക്കൻ വേവാനായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് നോക്കാം. ഒരു 10-15 മിനിറ്റോളം ഞാനിത് അടച്ചു വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആ ചിക്കനിലുള്ളത് അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എന്തായാലും വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അതല്ല, കുറച്ച് ഗ്രേവിയോട് കൂടി വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഗ്രേവിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇത്രയായി കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഡ്രൈ ആക്കാനുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം തുറന്ന് വെക്കുന്നുണ്ട്, ഈ വെള്ളമൊക്കെ ഒന്ന് വെറ്റിയിട്ട് നല്ല ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. തുറന്ന് വെച്ച് വേവിക്കുന്ന സമയത്ത് നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞ് നമുക്ക് നല്ല സെറ്റായിട്ട് നമ്മുടെ ഉള്ളിക്കോഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.